ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഏൻഷ്യൻ ക്രഷ്. നമ്മളിന്ന് നമ്മുടെ നെക്സ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു അടിപൊളി സ്വിസ് റോൾ, അതും ദോശക്കല്ലിൽ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വിസ് റോളാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 8 ടേബിൾ സ്പൂൺ മൈദ. സ്വിസ് റോളിൻ്റെ അളവുകൾ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് റോൾ ചെയ്തെടുക്കാനൊക്കെ പറ്റത്തില്ല. അപ്പോൾ 8 ടേബിൾ സ്പൂൺ മൈദ, ഒരു 60 ഗ്രാം മൈദ, അതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് ഒരു 3 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കുക. ഇതാണ് നമ്മൾ അരിച്ചെടുത്ത നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, അളവുകൾ എപ്പോഴും ശ്രദ്ധിക്കണം, 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ നല്ല പൗഡർ ഷുഗറായിട്ട് നല്ല ഫൈനായിട്ടൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നമുക്കൊരു 3 മുട്ട, ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് യൂസ് ചെയ്യണത്. നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ് യൂസ് ചെയ്യരുത്, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയെ യൂസ് ചെയ്യാവുള്ളൂ. മീഡിയം സൈസിലുള്ളതാണ് ഞാനിവിടെ എടുത്തേക്കുന്ന ഒരു 3 എണ്ണം. നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്ററിൽ വെച്ച് ബീറ്റ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ മിക്സിയിലാണ് ബീറ്റ് ചെയ്യണത്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് നാരങ്ങാനീരും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, അതൊരു മണം പോയി കിട്ടാനാണ് മുട്ടയുടെ. ഇനി നമുക്ക് കുറച്ച് വാനില എസൻസും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, മണമില്ലാത്ത ഏത് ഓയിൽ, ഒലിവ് ഓയിൽ, അങ്ങനെ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് മൈദയുടെ മിക്സും കൂടി ഇട്ട് ഒരു 1-2 പ്രസ് അത്രയും മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ദോശക്കല്ല് എടുത്തിട്ടുണ്ട്. 10 സെൻറ്റിമീറ്ററിൽ ആണ് അതിൻ്റെ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഇഷ്ടമുള്ള വലുപ്പത്തിന് എടുക്കാം. ഇനി നമ്മൾ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കണം. ഒരുപാട് സൺഫ്ലവർ ഓയിൽ അപ്ലൈ ചെയ്യണ്ട, ക്രിസ്പി ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ദോശക്കല്ലിൻ്റെ അളവിനേക്കാൾ കൂടുതലായിട്ടുള്ളൊരു കല്ല് ആവശ്യമാണ്. നമ്മൾ അതിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ അല്ലാതെ ഓവനിൽ ബേക്ക് ചെയ്യണമെങ്കിൽ ബേക്ക് ചെയ്യാൻ കേട്ടോ, ഒരു പ്രശ്നമില്ല. ഇനി നമ്മൾ ആ ഒരു ബാറ്റർ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് എയർ ബബിൾസൊക്കെ കളഞ്ഞെടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്താൽ മതി, എയർ ബബിൾസൊക്കെ കളഞ്ഞെടുക്കാം. ഇനി നമ്മളൊരു 5 മിനിറ്റ് ഈ ഒരു തവ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അതിലോട്ട് ഒരു ലോ ഫ്ലെയിമിലാട്ടാണ് ഇട്ടേക്കുന്നത്, ലോ ടു മീഡിയം ഫ്ലെയിം. ആ ഒരു ഫ്ലെയിം മതി, ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. വെച്ച് നമുക്കൊരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ ആ ടൈമിൽ ഇവിടെ ഒരു ജാം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ജാം വേണേലും എടുക്കാം. ഞാനവിടെ മിക്സഡ് ഫ്രൂട്ടാണ് എടുത്തേക്കുന്നത്, പൈനാപ്പിളോ അങ്ങനെ ഏത് ജാം വേണേലും എടുക്കാം. നമ്മൾ ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി, ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഒന്ന് ചെക്ക് ചെയ്യാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതൊരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി വയ്ക്കാൻ നമുക്ക് അറിയാൻ പറ്റും. നല്ലതായിട്ട് പറ്റി പിടിക്കാൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഉടനെ തന്നെ ചൂടോടുകൂടി തന്നെ അത് വേറൊരു ബട്ടർ പേപ്പറിലോട്ട് മാറ്റുക. ചൂടോ ആറാൻ നിൽക്കരുത്. നമുക്കൊരു സ്ക്വയർ ഷേപ്പാണ് വേണ്ടത്, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ സൈഡ്സിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റാം. നിങ്ങൾക്കത് കഴിക്കാൻ ഒരു പ്രശ്നമില്ല. നമ്മൾ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് അത് വന്നിട്ടുണ്ട്. അടിയൊന്നും ക്രിസ്പി ഒന്നും ആയി പോയിട്ടില്ല. നന്നായിട്ട് നമുക്ക് നമ്മുടെ റോള് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടോടുകൂടി തന്നെ ഇങ്ങനെയൊന്ന് റോള് ചെയ്യാം. നമ്മൾ ചൂടോട് തന്നെ റോൾ ചെയ്യണം, ഇല്ലെങ്കിൽ പിന്നെ റോൾ ചെയ്തെടുക്കാൻ നമുക്ക് ഭയങ്കര പാടായിരിക്കും തണുത്ത് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സഡ് ഫ്രൂട്ടിൻ്റെ ആ ഒരു ഇത് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് സ്പ്രെഡ് ചെയ്യേണ്ട, അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ജാം പുറത്തോട്ട് പോരും. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടോടെ തന്നെ റോൾ ചെയ്തെടുത്തിട്ട് ബട്ടർ പേപ്പറും കൂടി റോൾ ചെയ്ത് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല രീതിയിൽ നമുക്ക് കട്ടായിട്ട് നമ്മുടെ റോള് കിട്ടും. അപ്പോൾ നമ്മളിത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. നമുക്ക് നോക്കാം എങ്ങനെ വന്നിട്ടുണ്ടെന്ന്. അപ്പം നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കി, നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് റോൾ ചെയ്തെടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കത് ആ ഒരു ഫസ്റ്റ് പോർഷൻ ഒന്ന് കട്ട് ചെയ്യാം, എന്നാലേ കട്ട് ചെയ്യുമ്പോഴൊക്കെ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം നല്ല സൂപ്പറായിട്ട് സോഫ്റ്റായിട്ട് കട്ടൊക്കെ ആയി പോരുന്നുണ്ട്. അപ്പം നമ്മുടെ സ്വിസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി റിവ്യൂസും കമൻസൊക്കെ അറിയിക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.